കേരളത്തിലെ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് ഏകദേശം 11 ദിവസം കോൺഗ്രസ് പാർട്ടിക്ക് ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷവും കിട്ടി. കേരളത്തിലെ മീഡിയ ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ജനങ്ങൾ ഏറ്റവും കൂടുതൽ സംസാര വിഷയം, അതായത് കേരളത്തിൽ ഭരണസ്തംഭനം ഉണ്ടാകുന്നു, കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ ഫിക്സ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാഥമികമായ ഒബ്സർവേഴ്സ് വരുന്നു, ജയിച്ച കോൺഗ്രസ് MLA-മാരോട് ചോദിക്കുന്നു, അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു, KPCCയുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു, DCCയുടെ സീനിയർ ലീഡേഴ്സ് പ്രസിഡന്റുമാരോട് ചോദിക്കുന്നു, പഴയകാല കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ അവരോട് ചോദിക്കുന്നു, ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള നേതാക്കളോട് ചോദിക്കുന്നു. അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. സീനിയറായിട്ടുള്ള 3ഓളം നേതാക്കളെ രമേശ് ചെന്നിത്തല, സതീശൻ, KC വേണുഗോപാൽ അവരുമായിട്ട് ഈ പറയുന്ന ഒബ്സർവർ കാര്യങ്ങൾ ഓരോന്നും നികത്തി എന്താണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് അതവരോട് കാണിക്കുന്നു. ചർച്ചകൾ തുടരുന്നു. സീനിയറായിട്ട് രാഹുൽ ഗാന്ധിയും ഖർഗെ അങ്ങനെ സീനിയറായിട്ടുള്ള ആൾക്കാർ ഓരോരുത്തരുമായിട്ട് ചർച്ച ചെയ്യുന്നു. PCC പ്രസിഡന്റ് മറ്റുള്ള നേതാക്കളെ വിളിക്കുന്നു. അത് കഴിഞ്ഞ് മുൻകാല PCC പ്രസിഡന്റുമാരെ വിളിക്കുന്നു. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരെ വിളിക്കുന്നു. അപ്പം യഥാർത്ഥത്തിൽ എന്തോ ഉണ്ടായത്? ഇത്രയും ഡിലേ ആകാൻ കാരണം എന്താ? അതായത് ഭൂരിപക്ഷം കിട്ടി. കാരണം ഈ പറയുന്ന KC വേണുഗോപാലിന് കിട്ടിയതിൻ്റെ അതിൻ്റെ മൃഗീയ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. അയാളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ പ്രശ്നമായി, പ്രകടനങ്ങളായി, പ്രശ്നമായി. ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്ന ലീഗാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സാദിഖ് അലി തങ്ങൾ. 8 or 10 പ്രാവശ്യം സാദിഖ് അലി തങ്ങളുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു AICC. ഇതാണ് സംഭവം, ഞങ്ങൾ എങ്ങനെ ഇത് ക്രോസ് ചെയ്യാൻ പറ്റും പറയുന്ന പൊതുജന അഭിപ്രായമാണെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ, അതിന് സപ്പോർട്ടായിട്ട് നിന്ന കോൺഗ്രസ് പാർട്ടി, നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട MP-മാർ, പാർട്ടിയുടെ സീനിയർ നേതാക്കൾ, ഇവർ പറയുന്നു ഈ രീതിയിലേ പോകാൻ പാടുള്ളൂ, ഇതാണ് അടിസ്ഥാന മാനദണ്ഡം. പക്ഷെ ലീഗിൻ്റെ തങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്, VD സതീശനെ വേണം. സംഭവത്തിൻ്റെ ഇതാണ് ഇത്രയും നാളിത് എഴഞ്ഞ് നീങ്ങുന്നത്. എങ്ങനെ ഏകദേശം 6ഓളം 5ഓളം MLA-മാരുടെ പിന്തുണയുള്ള VD സതീശനെ എങ്ങനെ മുഖ്യമന്ത്രിയാക്കും? എന്ത് മാനദണ്ഡമാണ്? പൊതുജന അഭിപ്രായം എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ സാധിക്കും? കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ അലയൻസ് പാർട്ട്ണറാണ് ലീഗ് വളരെ വർഷങ്ങളായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നു, അതിനുശേഷം പ്രിയങ്ക വയനാട് മത്സരിക്കും. പ്രിയങ്കയെ വയനാട് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ കാരണം ഈ മുസ്ലിം ലീഗ് തന്നെയാണ്. പക്ഷേ ഈ കാര്യത്തിൽ ലീഗ് വളരെ കട്ടയ്ക്കങ്ങ് നിൽക്കുകയാണ്. VD സതീശൻ വേണം. കഴിയ 5 മന്ത്രിമാരുടെ ഇഷ്യൂ പോലെ അവരുടെ മന്ത്രിമാരും 5 മന്ത്രിമാരും 6 മന്ത്രിമാരും ഒന്നുമല്ല ഇഷ്യൂ. കോൺഗ്രസിൽ ആരും മുഖ്യമന്ത്രിയാകണം, അത് ലീഗ് തീരുമാനിക്കും. പിന്നെ ഈ കോൺഗ്രസ് പാർട്ടിക്ക്, രാഹുൽ ഗാന്ധിക്കും, കേരളത്തിലെ KPCCക്കും, ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്കും പിന്നെ എന്ത് പദവിയാണ് ഉള്ളത്? ഏത് രീതിയിൽ മുന്നോട്ട് പോകും? അതാണ് ഈ ഫൈനൽ റൗണ്ട് ചർച്ചകൾ ഓരോന്നായിട്ട് നീണ്ടു പോയത്. ഘടകകക്ഷികളോട് ചോദിച്ചു, അവരുടെ അഭിപ്രായം എടുത്തു. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരോടൊക്കെ ചോദിക്കുന്നു. പക്ഷെ അവരോടൊക്കെ പറഞ്ഞു, ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് KC വേണുഗോപാലിനാണ്. ഇവരൊക്കെ പറയുന്ന അടുത്ത 1 വർഷത്തിനുള്ളിൽ 2 ഇലക്ഷൻ വരുന്നു. ആദ്യം മനസ്സിലാക്കേണ്ട, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ നേരിടുക എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഓണം വരും, വിഷു വരും, ഈദ് വരും, ക്രിസ്തുമസ് വരും. ഇതേ വാക്കാ പറഞ്ഞത്, ഇലക്ഷൻ വരും. അതാണ് പാർട്ടി പ്രിപ്പയർ ചെയ്തിരിക്കുക. അതിനൊന്നും അവർക്ക് യാതൊരു മടിയൊന്നുമില്ല. ഇത് യൂഷ്വൽ പ്രാക്ടീസാണ്. അതായത് MLA അല്ലാത്തയാൾ കേന്ദ്രമന്ത്രിയാകും, അല്ലെങ്കിൽ MP കേരളത്തിലോട്ട് മന്ത്രിയായിട്ട് പോകുന്നത് യൂഷ്വൽ പ്രാക്ടീസാണ്. കേരളത്തിൽ നടന്നിട്ടുണ്ട്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നടന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു ജനാധിപത്യ മാനദണ്ഡം വേണം. അതനുസരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അവസാനം അറിയാൻ സാധിക്കുന്നത്
ഇന്ന് 3 മണിക്ക് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുകയാണ് KPCCയിൽ. അതായത് അവസാന റൗണ്ടിൽ AICC ചെയ്തൊരു പരിപാടിയുണ്ട്. ഇനി ഫർദർ സംസാരമൊന്നുമില്ല. അതായത് CLP ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നു. മനസ്സിലാക്കുക, ഈ CLP ആൾക്കാരുടെ മുമ്പിൽ ഓരോരുത്തരെയും വിളിച്ചിരുത്തി അവരോട് അഭിപ്രായം തേടി ഓരോരുത്തരെയും. അപ്പോൾ അഭിപ്രായം രേഖപ്പെടുത്തി. അതിനു മുമ്പ് അതായത് KPCC ഓഫീസിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു ഒബ്സർവറുടെ മുമ്പിൽ വെച്ച്. അതായത് ഹൈക്കമാൻഡ് എന്താണ് തീരുമാനിക്കുന്നത്, ലീഡറിനെ തിരഞ്ഞെടുക്കുന്നത്, അതിൽ പൂർണ്ണമായിട്ടും അവർ സപ്പോർട്ട് ചെയ്യും. അതിനുശേഷമാണ് ഓരോ ഒബ്സർവറെയും വിളിച്ചിരുത്തി അവരുടെ അഭിപ്രായം എടുത്തത്. ആ അഭിപ്രായമായിട്ടാണ് ഡൽഹിയിൽ പോയി ഡിസ്കഷൻ നടത്തിയത്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിച്ചു. പക്ഷെ ലീഗ് എടുക്കുന്നില്ല. ഈ രീതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസ് പാർട്ടി എടുക്കുന്നൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം എന്ന് പറയുന്നത് ഇന്നത്തെ 3 മണിക്ക് CLP മീറ്റിങ്ങിനകത്ത് അവർ ചെയ്യാൻ പോകുന്ന ഒറ്റ പരിപാടി ഇതാ. 2 ഒബ്സർവറും വരുന്നുണ്ട്, ദീപാദാസ് മുൻഷിയും വരുന്നുണ്ട്. അതിനകത്ത് ഫർദർ ടോക്സ് ഒന്നുമില്ല. ഒരു ഫോർമാലിറ്റിക്ക് ആൾക്കാർ കൂടുന്നു. KPCC പ്രസിഡന്റ് അധ്യക്ഷനായിട്ടിരിക്കുന്നു. ഈ പറയുന്ന സതീശനും കാണും, രമേശും കാണും. ഇതിനകത്ത് എന്താണ് AICC എടുത്ത അവസാനത്തെ ഡിസിഷൻ, അതായത് ഈ നേതാക്കളോടൊക്കെ ചോദിച്ചിട്ട് MLA-മാരുടെ മാനദണ്ഡം അനുസരിച്ച് ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി, ഇതാണ് അവിടെ വെച്ച് അനൗൺസ് ചെയ്യുകയാണ്. അവിടെ വെച്ച് ഡിസ്കഷൻ ഇല്ല. ഇന്നയാളാണ് മുഖ്യമന്ത്രി, ഇതാണ് AICCയുടെ തീരുമാനം, എല്ലാവരോടും ചോദിച്ചിട്ടെടുത്ത ഡിസിഷനാണ് ഇത് പറയുന്നു. അതിനുശേഷം ഈ പറയുന്ന ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. UDF MLA-മാരെ കാണുന്നു, അവരുടെ പ്രതിനിധികളെ കാണുന്നു, അവരുടെ ലിസ്റ്റ് മേടിക്കുന്നു, ഗവർണറെ പോയി കാണുന്നു, ലെറ്റർ എല്ലാം മേടിച്ചിട്ട്. ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതിനകത്ത് ചിലപ്പോൾ ലീഗ് ഉടക്കി നിൽക്കുമായിരിക്കും. പക്ഷെ ഒരു കാര്യം ലീഗ് മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് പാണക്കാട് തങ്ങളിൽ ലീഗും അല്ല. കാരണം അങ്ങനെ ആ രീതി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ KPCCക്കും കോൺഗ്രസിനും ഈ AICCക്കും യാതൊരു റോളും ഇല്ലാതായി. ആരും ലീഗ് നേതാക്കളും മറക്കരുത്, എത്രയോ വർഷത്തെ ബന്ധമുണ്ടായിരുന്ന DMK എടുത്ത് ഡംപ് ചെയ്തു. അവർക്കെത്ര 1-2 അവർക്ക് 38 MP-മാരുണ്ട് പാർലമെന്റിൽ. അവരെ അങ്ങ് ഡംപ് ചെയ്ത്. കാരണം ചില കാര്യങ്ങൾ കോൺഗ്രസിന് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് ഈ പാർട്ടി തന്നെ ഇല്ലാതായി പോവും. ഇന്ത്യയിലെ 4ഓളം സ്റ്റേറ്റുകൾ ഭരിക്കുന്ന പാർട്ടിയാണ് ഇന്നും ഇന്ത്യയിലെ BJP കഴിഞ്ഞ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അത് കേരളത്തിലെ പാണക്കാട് സാദിഖലി തങ്ങൾ എന്ന് പറഞ്ഞ ഹാഗിയ സോഫിയ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടി പോകുകയൊന്നുമില്ല. അതായത് ഈ നേരത്തെയും ലീഗിൻ്റെ നേതാക്കന്മാരുണ്ടായിരുന്നു. ഹൈദരാലി തങ്ങളുണ്ടായിരുന്നു, ഷിഹാബലി തങ്ങളുണ്ടായിരുന്നു, മറ്റു പലരും ഉണ്ടായിരുന്നു. ഈ PK കുഞ്ഞാലിക്കുട്ടിക്കില്ലാത്ത ഇത്രമാത്രം സതീശനോടുള്ള പ്രേമം ഈ സാദിഖലി തങ്ങൾക്കുണ്ടാകാൻ കാരണം എന്തുവാ? ഇതൊക്കെ വല്ലാത്ത ചോദ്യങ്ങളുണ്ടാകും. ഈ പബ്ലിക്കിൽ നടക്കുന്ന പ്രകടനവും ഈ സോഷ്യൽ മീഡിയ ഒന്നും വെച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നീട് അതിൻ്റെ അകത്ത് ജനാധിപത്യം ഇല്ലാതായി പോകും. കാരണം പിന്നെ സോഷ്യൽ മീഡിയ തീരുമാനിക്കേണ്ടി വരും. സോഷ്യൽ മീഡിയ പാർട്ടി എന്ന് പറയുന്നത് കേജ്രിവാളിൻ്റെ പാർട്ടിയാണ്. അതുകൊണ്ടാണ് ആ പാർട്ടിക്ക് മുന്നോട്ട് പോകാനും പറ്റാതിരുന്നത്. നിങ്ങൾ കണ്ടില്ലേ, പല ആവർത്തി നിങ്ങൾ പത്രങ്ങളിലും TV ചാനലിലും കണ്ടില്ലേ, അവിടെ ഡിസ്കഷൻ, ഇവിടെ ഡിസ്കഷൻ, ജനാധിപത്യപരമായിട്ട് ഖർഗെ കാണാൻ രാഹുൽ ഗാന്ധി വരുന്നു, അവിടെ പറയുന്നു, ഇവിടെ പറയുന്നു. ഇതൊരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ആ പ്രോസസ്സൊന്നുമല്ല കേരളത്തിലെ മലപ്പുറം എന്ന് പറഞ്ഞ ജില്ലയിൽ പാണക്കാട് തങ്ങളുടെ കുടുംബം തീരുമാനിക്കുന്നു. അതായത് ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും, എല്ലാ കാര്യത്തിനും പാണക്കാട് അതായത് സാദിഖലി തീരുമാനിക്കും. ഇതുമായിട്ട് എങ്ങനെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഇത് ഫർദറൊക്കെ ഇത് ഫർദർ സതീശനെ ഈ രീതിയിലൊക്കെ ആക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക. ഇവിടെയുള്ള ക്രിസ്ത്യാനികളും ഭൂരിപക്ഷമായ ഹിന്ദുക്കളും എന്ത് ചെയ്യും? എന്താ NSS സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞത്? ലീഗാണിത് ചെയ്യുന്നത്, സത്യമായി ലീഗാണിത് മുഴുവനും അടങ്കോലമാക്കുന്നത്. അതേപോലെ ഈ പലയിടത്തും ആൾക്കാർ പ്രകടനം നടത്തുന്നു, അവർക്കെതിരെ എഴുതുന്നു, ഇവർക്കെതിരെ എഴുതുന്നു, സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു. ഇതിനകത്തൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേരുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിടികിട്ടും.
ഫേക്കുകളോ ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ളത്? ഇത് ഒരു ജനാധിപത്യ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഇപ്പം ലീഗ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി മനസ്സിലാക്കേണ്ടത്, അവർ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് കേരളം എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്റ്റേറ്റിൻ്റെ ഒരു ചെറിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവർക്ക് ഉറപ്പായിട്ടും കേരളത്തിലൊക്കെ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ച് ഒരു ന്യൂനപക്ഷ പാർട്ടിയായ ലീഗ്, അതായത് ഇവിടെ ഭൂരിപക്ഷമായ ഹിന്ദുക്കളുണ്ട്, മറ്റൊരു ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളുണ്ട്. അപ്പം അവരുടെ എല്ലാം ആ നിലപാടിനെയൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ പറയുന്നയാൾ അതിനകത്ത് ഇന്നയാൾ സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നു എന്ന് പറയുവാണെങ്കിൽ പിന്നെ ഈ കോൺഗ്രസ് പാർട്ടി പിന്നെ പിരിച്ചുവിടുന്നത് നല്ലത്. രാഹുൽ ഗാന്ധി പോയി തൂങ്ങിച്ചാവണം. അതിൻ്റെ അകത്ത് പിന്നെ കോൺഗ്രസ് എന്ത് തീരുമാനമെടുക്കും? അതുകൊണ്ടാണ് ഫൈനൽ ലാപ്പിൽ ഞാൻ അറിഞ്ഞിടത്തോളം ദീപാദാസ് മുൻഷി ഫർദർ ഡിസ്കഷനൊന്നുമില്ല, നേരെ വന്ന് അനൗൺസ് ചെയ്യുന്നു, കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം ഈ ലെറ്റേഴ്സ് UDFൻ്റെ ഘടകകക്ഷികൾക്കും MLA-മാർക്കും കൊടുക്കുന്നു സപ്പോർട്ട് തരാൻ, അതായത് മിനിസ്ട്രി ഫോം ചെയ്യാൻ. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഈ പാണക്കാട് സാദിഖ് അലി തങ്ങളും ഈ ലീഗിൻ്റെ നേതാക്കളും മനസ്സിലാക്കിയിരിക്കുക, ഇത് കേരളം എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന മലപ്പുറം ഒരു ജില്ല ഭരിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അത് തെറ്റായ പ്രവണതയാണ് ഈ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഇനിയും കോൺഗ്രസ് ഇനിയും ഭരണത്തിൽ വന്നില്ലെങ്കിൽ പോലും കോൺഗ്രസ് ഇതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി ഈ നിലയിലായതിൻ്റെ കാരണം മുസ്ലിം പ്രീണനം തന്നെയായിരുന്നു. അത് പല AICCയിലും ഗുലാം നബി ആസാദ്, അതായത് കാശ്മീരിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ലീഡർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രീണനം കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ തള്ളിപ്പറഞ്ഞത്. അത് കേരളത്തിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, അതായത് മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദം കൊണ്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, കേരളത്തിൽ ലീഗ് എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി അറത്തം മുറിക്കും. പിന്നെ അവർക്ക് പിന്നെ സ്വാധീനമില്ലാതാക്കി കളയും. ഈ പറയുന്ന ഹിന്ദുക്കൾ എന്ത് ചെയ്യും? അവർ BJPയിലോട്ടങ്ങ് പോവും. ഈ പറയുന്ന ക്രിസ്ത്യൻസ് പാതിയോളം ഇതുമായി മാറും, അതായത് ക്രിസംഗിയായിട്ടങ്ങ് മാറും. അതിനുള്ള അവസരം ഈ മരമണ്ടനായ സാദിഖ് അലി തങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. ഈ ചന്ദ്രിക പത്രത്തിനകത്ത് ഹാഗിയ സോഫിയയെ പറ്റി എഴുതിയപ്പോഴേ മനസ്സിലായിക്കോണം ഇയാളൊരു മത തീവ്രവാദിയാണ്. എന്നിട്ട് ക്ലച്ച് പിടിച്ചില്ല, 5 വർഷം കൊണ്ട് ഭരണത്തിൽ വന്നില്ല, കേക്ക് കൊണ്ടുള്ള പള്ളികളിലെല്ലാം പോയി. അതിനകത്ത് മുഴുവനും മൗമൂദുകൾ കയറിയിരിക്കുകയാണ് ലീഗിനകത്ത്. അവരാണ് ഇയാളെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ രീതിയുണ്ട്. ഒരു കുടുംബമൊന്നുമല്ല പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ അലയൻസ് പാർട്ട്ണറായ ലീഗ്. അതിൻ്റെ അകത്തൊരു കുടുംബമൊന്നുമല്ല കോൺഗ്രസ് പാർട്ടിയെ തീരുമാനിക്കുന്നത്. അതെ, അവസാനം ഉണ്ടാകുന്നൊരു ഡിസിഷൻ ഉണ്ട്. കോൺഗ്രസ് പറയും പോവില്ല എന്നൊക്കെ പറയും. അപ്പം അതിനുള്ള സാഹചര്യം ലീഗ് ഉണ്ടാക്കി കൊടുക്കരുത്. കോൺഗ്രസ് അവരുടെ പാർട്ടി ആൾക്കാരെ തീരുമാനിക്കുക, ലീഗിൻ്റെ തീരുമാനിക്കുക. അഭിപ്രായം പറയുക, കടും പിടുത്തം സതീശൻ തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, സാദിഖ് അലി തങ്ങൾ മനസ്സിലാക്കുക, താങ്കൾക്ക് രാഷ്ട്രീയം അറിയത്തില്ല, താങ്കൾക്ക് ഇന്ത്യയെ അറിയത്തില്ല. ഇത് താങ്കളുടെ അധപ്പതനത്തിലോട്ടും ദുരന്തത്തിലോട്ടുമാണ് ലീഗ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടുവിടുന്നത്. അതോടുകൂടി ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയും കേരളത്തിൽ ഇല്ലാതാകും.